ഹലോ എവരി വൺ. നമ്മളിന്ന് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ആക്റ്റീവ് കമ്പോണൻറ്റ്, എന്താണ് പാസീവ് കമ്പോണൻറ്റ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് പാസീവ് കമ്പോണൻ്റായ റെസിസ്റ്ററിനെ കുറിച്ചാണ്. റെസിസ്റ്ററിൻ്റെ ഡെഫിനീഷൻ, സിമ്പൽ, റെസിസ്റ്റിവിറ്റി, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ റെസിസ്റ്റേഴ്സിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഫിക്സ്ഡ് റെസിസ്റ്റർ, സെക്കൻഡ് ടൈപ്പാണ് വേരിയബിൾ റെസിസ്റ്റർ. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇലക്ട്രോണിക് കോമ്പോണൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സോ ബേസിക്കലി ഇലക്ട്രോണിക് കോമ്പോണൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് പാസീവ് കോമ്പോണൻറ്റ്, ഒന്നാണ് ആക്റ്റീവ് കോമ്പോണൻറ്റ്. എന്താണ് രണ്ടും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടാബുലേഷൻ പഠിക്കാം. ഈ ടാബുലേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ക്ലിയർ ആയിരിക്കും. എന്താണ് ആക്റ്റീവ് എന്നും എന്താണ് പാസീവ് എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്ക്, ആക്റ്റീവ് കമ്പോണൻറ്റും പാസീവ് കമ്പോണൻറ്റും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാച്ചർ ഓഫ് സോഴ്സ് ആണ്. സോ ഇൻ കേസ് ഓഫ് ആക്റ്റീവ് കോമ്പോണൻറ്റ് വിച്ച് ഡെലിവർ പവർ ഓർ എനർജി ടു ദി സർക്യൂട്ട്. ഇൻ കേസ് ഓഫ് പാസീവ് കോമ്പോണൻറ്റ് യൂട്ടിലൈസസ് പവർ ഓർ എനർജി ഇൻ ദി സർക്യൂട്ട്. സോ ഒരു സർക്യൂട്ടിന് വേണ്ട എനർജിയെ അല്ലെങ്കിൽ പവറിനെ ഡെലിവർ ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുക, ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറയാം. സോ ഒരു സർക്യൂട്ടിലെ എനർജിയെ യൂട്ടിലൈസ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാം, പാസീവ് കമ്പോണൻ്റ് എന്ന് പറയാം. അപ്പോൾ എനർജിയെ സപ്ലൈ ചെയ്യുന്നത് ആക്റ്റീവ് കമ്പോണൻറ്റും എനർജിയെ യൂട്ടിലൈസ് ചെയ്യുന്ന ആരാണ്, പാസീവ് കമ്പോണൻറ്റുമാണ്. ഇനി നമുക്ക് ഫങ്ഷൻ ഓഫ് ദി കോമ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ ദ ഡിവൈസസ് വിച്ച് പ്രൊഡ്യൂസ് എനർജി ഇൻ ദി ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറൻറ്റ്. വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റിൻ്റെ രൂപത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ആക്റ്റീവ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പാസീവ് കോമ്പോണൻറ്റ് ദ ഡിവൈസ് വിച്ച് സ്റ്റോർ എനർജി ഇൻ ദി ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറൻറ്റ്. വോൾട്ടേജിൻ്റെയോ കറൻറ്റിൻ്റെ രൂപത്തിൽ എനർജി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പാസീവ് കോമ്പോണൻറ്റ് എന്ന് പറയാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. പവർ ഗെയിൻ, എന്താണ് പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ആക്റ്റീവ് കോമ്പോണൻറ്റ് ദേ ആർ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് പവർ ഗെയിൻ. അപ്പോൾ ഒരു സ്പെസിഫിക് പവറുള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ ആക്റ്റീവ് കോമ്പോണൻറ്റിൻ്റെ ആ പവറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതാണ് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പാസീവ് കോമ്പോണൻറ്റ് ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് പവർ ഗെയിൻ. പവർ ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്ത ഡിവൈസുകളാണ് പാസീവ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് നോക്ക്, റിക്വയർമെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. സോ ഒരു പാസീവ് കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ ദേ റിക്വയർ ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഓപ്പറേഷൻ. ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഓപ്പറേഷൻ, ഒരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്താൽ മാത്രമേ ആക്റ്റീവ് കമ്പോണൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് പാസീവ് കമ്പോണൻറ്റ് ദേ ഡു നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഓപ്പറേഷൻ. എല്ലാവരും ഓർത്ത് വെക്കണ പോയിന്റുകൾ. അടുത്ത നാച്ചർ ഓഫ് എനർജി എന്നുള്ള പാരാമീറ്ററാണ് നോക്കുന്നതെങ്കിൽ ആക്റ്റീവ് കോമ്പോണൻ്റ് ആർ എനർജി ഡോണർ. എനർജിയെ ഡൊണേറ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ആക്റ്റീവ് കോമ്പോണൻറ്റ്. പാസീവ് കോമ്പോണൻറ്റ്സ് ആർ എനർജി ആക്സെപ്റ്റർ. എനർജിയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ് പാസീവ് കോമ്പോണൻറ്റ്. ഡയോഡ്സും ട്രാൻസിസ്റ്റേഴ്സും ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, ആക്റ്റീവ് കോമ്പോണൻറ്റിൻ്റെ എക്സാമ്പിളാണ്. റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഇൻഡക്റ്റേഴ്സും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, പാസീവ് കോമ്പോണൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് കോമ്പോണൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരുന്നു, ഡെലിവർ പവർ ഓർ എനർജി ടു ദി സർക്യൂട്ട്, പിന്നെന്താണ്, പ്രൊഡ്യൂസ് എനർജി ഇൻ ദി ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറൻറ്റ്, കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് പവർ ഗെയിൻ, റിക്വയർ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഓപ്പറേഷൻ, എനർജി ഡോണറാണ്. ട്രാൻസിസ്റ്ററും ഐസിയും ഡയോഡ്സൊക്കെ എന്താണ്, ആക്റ്റീവ് കമ്പോണൻ്റ് ആണ്. പാസീവിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, യൂട്ടിലൈസ് പവർ ഓർ എനർജി ഈസ് കോൾഡ് പാസീവ് കമ്പോണൻറ്റ് വിച്ച് സ്റ്റോർ എനർജി ഇൻ ദി ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു they are incapable of providing power gain, they do not require any external source, and which is energy acceptor. റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ആണ് എന്തിൻ്റെ എക്സാമ്പിൾ, പാസീവ് കമ്പോണൻറ്റിൻ്റെ എക്സാമ്പിൾ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ലോജിക്ക്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് കമ്പോണൻറ്റും പാസീവ് കമ്പോണൻറ്റും എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ പാസീവ് കമ്പോണൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം മെയിനായിട്ട്. ഫസ്റ്റ് കോമ്പോണൻ്റാണ് റെസിസ്റ്റർ, സെക്കൻഡ് കോമ്പോണൻ്റാണ് കപ്പാസിറ്റർ, തേർഡ് കോമ്പോണൻ്റാണ് ഇൻഡക്ടർ.
നമ്മൾ ആക്റ്റീവ് കമ്പോണൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ട്യൂബ് ഡിവൈസസ് എന്നും ഒന്ന് സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നും. ട്യൂബ് ഡിവൈസസ് ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ട്യൂബ് ഡിവൈസസ്? നമ്മൾ ഇവല്യൂഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, വാക്വം ട്യൂബ്സ് ഒക്കെ ട്യൂബ് ഡിവൈസസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസിഫിക്കേഷനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആക്റ്റീവ് കമ്പോണൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്യൂബ് ഡിവൈസസ് എന്നും അതുപോലെ ട്യൂബ് ഡിവൈസസിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് വാക്വം ട്യൂബ്, ഒന്നാണ് ഗ്യാസ് ട്യൂബ്. ഓർത്ത് വെച്ചാൽ മതി, ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ചാൽ മതി. സോ വാക്വം ട്യൂബ് എന്നും ഗ്യാസ് ട്യൂബ് എന്നും നമുക്ക് ട്യൂബ് ഡിവൈസസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതുപോലെ സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ജംഗ്ഷൻ ഡയോഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസിന് എക്സാമ്പിളാണ്. BJT. എന്താണ് BJT? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ടൈപ്പുകൾ പഠിക്കും. ഒരു ടൈപ്പ് ട്രാൻസിസ്റ്ററാണ് BJT അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇതൊരു ആക്റ്റീവ് ഡിവൈസാണ്, ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. ഓക്കെ, അടുത്താണ് FET. FET എന്ന് പറഞ്ഞാൽ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, അതാണ് FET എന്ന് പറയുന്നത്. ഇത് ഒരു ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. അടുത്താണ് UJT, യൂണിപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ദിസ് ഈസ് കോൾഡ് UJT. ആൻഡ് ഫൈനലി വി ഹാവ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, SCR. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു P ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും വെച്ചിട്ടാണ് ഈ എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസസും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഓർത്ത് വയ്ക്കുക, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആക്റ്റീവ് എന്നും പാസീവ് എന്നും. ആക്റ്റീവ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറൊക്കെ പാസീവാണ്. ആക്റ്റീവിന് എക്സാമ്പിൾ എന്തായിരുന്നു? ഒന്ന് ട്യൂബ് ഡിവൈസസും ഒന്ന് സെമി കണ്ടക്ടർ ഡിവൈസസും. ട്യൂബ് ഡിവൈസ് നമ്മൾ പറഞ്ഞു അല്ലേ, വാക്വം ട്യൂബും ഗ്യാസ് ട്യൂബും ഒക്കെ ട്യൂബ് ഡിവൈസാണ്. അതിപ്പോൾ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ സെമി കണ്ടക്ടർ ഡിവൈസസ്, ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? സെമി കണ്ടക്ടർ ഡിവൈസസിന് എക്സാമ്പിളാണ്. ഇതാണ് ആക്റ്റീവ് കമ്പോണൻറ്റിൻ്റെയും പാസീവ് കമ്പോണൻറ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ലോജിക്ക്. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ പാസീവ് കമ്പോണൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റർ. അപ്പോൾ നിങ്ങൾ നോക്കുക, റെസിസ്റ്ററിൻ്റെ ഫിഗർ ഇവിടെ കാണാം, റെസിസ്റ്ററിൻ്റെ സിമ്പലൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഓൾറെഡി +2 ലെവലിലൊക്കെ റെസിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ ബേസിക് എന്തിനാണ് റെസിസ്റ്റർ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Resistors are the electronic component used to oppose the flow of the current. So, current ഫ്ലോനെ ഒപ്പോസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോമ്പണൻറ്റിൻ്റെ പേരാണ് റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. സോ ഈ കറൻറ്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ രണ്ട് ഡെഫിനേഷൻ പറഞ്ഞു. റെസിസ്റ്റർ എന്ന് പറയുന്ന കോമ്പണൻറ്റും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോപ്പർട്ടിയുടെ പേരുമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഓം. ഓം എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ റെസിസ്റ്റൻസിനെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഗിവൺ മെറ്റീരിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് L ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതുപോലെ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം L ഈസ് പ്രൊപ്പോർഷണൽ ടു R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. അപ്പോൾ നമ്മളിതിനെ ഈക്വലിറ്റി ആക്കാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും R = ρ × L/A. ഈ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റോയാണ്. അപ്പോൾ റോ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ റോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റി ചോദിക്കാം. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ എന്നാണ് റെസിസ്റ്റിവിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു, എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു, എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ റെസിസ്റ്റൻസിൻ്റെ ബേസിക് യൂണിറ്റ് എങ്ങനെയാണ്, റെസിസ്റ്റൻസും ലെങ്ത്തും ഏരിയയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു റെസിസ്റ്ററിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ നോക്കുക. സിമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ഞാനിവിടെ 5 സിമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്
ഫിക്സ്ഡ് വാല്യൂ ഓഫ് റെസിസ്റ്ററാണ്. എന്താണ് ഫിക്സ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഒരു റെസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 100K ആണ് അതിൻ്റെ വാല്യൂ എങ്കിൽ 100K എന്നുള്ളത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് IEC സിമ്പിളാണ് ഈ ഫസ്റ്റ് സിമ്പിൾ. നിങ്ങൾക്ക് ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ആയിരിക്കും റെസിസ്റ്ററിൻ്റെ സിമ്പിൾ കാണാം. അപ്പോൾ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന IEEE സിമ്പിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സിമ്പിളാണ്. നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. റെസിസ്റ്റർ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഇസ് എക്സാക്ട്ലി എ വേരിയബിൾ റെസിസ്റ്റർ. നിങ്ങൾ കണ്ടോ, വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇതാ ഇങ്ങനെ ഒരു ആരോ വെച്ചിട്ട് വേരിയബിൾ റെസിസ്റ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ. വേരിയബിൾ റെസിസ്റ്ററിനെ ഒരു ടൈപ്പാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് എക്സാക്ട്ലി. വേരിയബിൾ റെസിസ്റ്റർ ഓൾറെഡി നമുക്ക് ഇങ്ങനെ റിയോസ്റ്റാറ്റ് എന്നുള്ള വേരിയബിൾ റെസിസ്റ്ററിനെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആ റെപ്രസെൻറ്റേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ LDR എന്നുള്ള റെസിസ്റ്റർ ഉണ്ട്. LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ലൈറ്റിനനുസരിച്ച് റെസിസ്റ്റൻസിൽ മാറ്റം വരുന്ന ഡിവൈസസിനെയാണ് LDR എന്ന് പറയുന്നത്. LDRൻ്റെ സിമ്പൽ നിങ്ങൾ നോക്കുക, യൂണിവേഴ്സൽ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് LDR റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത്രയും റെസിസ്റ്റർ സിമ്പലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ സിമ്പൽ എന്ന് പറയുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റർ. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ഫിക്സ്ഡ് റെസിസ്റ്റർ, ഒന്നാണ് വേരിയബിൾ റെസിസ്റ്റർ. എന്താണ് ഫിക്സ്ഡ് റെസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം? ഫിക്സ്ഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ദർ ആർ റെസിസ്റ്റേഴ്സ് വിത്ത് എ സ്പെസിഫിക് വാല്യൂ. അപ്പോൾ ഒരു 100K റെസിസ്റ്ററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എല്ലാ സമയത്തും അത് 100K ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അത് ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ കോമ്പോസിഷൻ, കാർബൺ ഫിലിം, മെറ്റൽ ഫിലിം, വയർ വോണ്ട്, ഇതൊക്കെ ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ്. വേരിയബിൾ റെസിസ്റ്റർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദർ ആർ റെസിസ്റ്റേഴ്സ് വെർ ദ റെസിസ്റ്റൻസ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് മാനുവലി. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ വേരിയബിൾ റെസിസ്റ്റേഴ്സ് പറയുന്നത് എങ്ങനെയായിരിക്കും, 10 to 20K, മിനിമം 10Kയും മാക്സിമം 20K ഉള്ള റെസിസ്റ്റർ, അതായത് ഇത് വേരിയബിൾ റെസിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂസും റെസിസ്റ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേരിയബിൾ റെസിസ്റ്ററിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്, റിയോസ്റ്റാറ്റ് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്, പ്രീസെറ്റ് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ടൈപ്പാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. നിങ്ങൾ കണ്ടോ, കാർബൺ കോമ്പോസിഷൻ്റെ ഫിഗർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. The main resistive element with carbon composition resistor is made from a mixture of finely ground or powdered carbon and an insulating material which was normally ceramic, and the resin to bond the mixture together. The mixture was pressed into small rods under heat. വളരെ ക്ലിയർ ആണ്. കാർബണിൻ്റെ ഗ്രന്യൂൾസ് കാരണം, അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് റെസിസ്റ്റർ ഉണ്ട്, ആ റെസിസ്റ്ററിൽ നമ്മൾ കാർബൺ ഗ്രന്യൂൾസ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി കൊണ്ടുവരുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ കാർബൺ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ എത്ര തരികളാണോ എത്ര ഗ്രന്യൂൾസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിതിനെ കാർബൺ കോമ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കാർബൺ കോമ്പോസിഷൻ്റെ സ്ട്രക്ചർ നോക്ക്, ഇവിടെ ഓൾറെഡി കളർ ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. കളർ ബാൻഡ്സ് നമ്മൾ പറയും ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് കളർ ബാൻഡ് എന്ന് പറയുന്നത്. ഒരു മൗൾഡഡ് കേസ് കാണാം, ഒരു മിക്സ്ചർ ഓഫ് കണ്ടക്റ്റിംഗ് കാർബൺ ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് ബൈൻഡർ. അപ്പോൾ കാർബണിൻ്റെ ഗ്രന്യൂൾസ് നിങ്ങൾക്ക് കാണാം ഇവിടെ, അതുപോലെ 2 ലെഡ്സ് കാണാം അല്ലേ. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ ആ കാർബൺ ഗ്രന്യൂൾസിൻ്റെ ബേസിലാണ് റെസിസ്റ്റൻസ് ഡിസൈഡ് ആവുന്നതെങ്കിൽ അത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററാണ്. രണ്ടാമത്തെയാണ് കാർബൺ ഫിലിം റെസിസ്റ്റർ. എന്തായിരിക്കും കാർബൺ ഫിലിം? ഇത് തന്നെ ക്ലിയർ ആണ് നിങ്ങൾക്ക് വേർഡിൽ തന്നെ അല്ലേ. Carbon film resistors are constructed by depositing a carbon film over an insulating core. A helical groove is cut in to create a long narrow resistive path. The thickness of the helical groove is decided according to the required resistance. വളരെ ക്ലിയർ ആണ്. കാർബൺ ഗ്രന്യൂൾസിന് പകരം കാർബൺ ഫിലിംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ കാർബൺ ഫിലിം റെസിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു പ്രത്യേക ഷേപ്പിൽ, നിങ്ങൾക്ക് ഇവിടെ ആ ഷേപ്പ് കാണാം, ഒരു പ്രത്യേക ഷേപ്പിൽ കാർബൺ ഫിലിംസ് ചുറ്റിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാർബൺ ഫിലിം റെസിസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫിലിം രൂപത്തിൽ കാർബൺസിനെ ചുറ്റിക്കൊണ്ടാണ്
കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഔട്ട്ലൈൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. മൂന്നാമത്തെ ടൈപ്പാണ് മെറ്റൽ ഫിലിം. സോ കാർബൺ ഫിലിമിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ് മെറ്റൽ ഫിലിം റെസിസ്റ്ററിന്. അപ്പോൾ കാർബൺ ഫിലിം റെസിസ്റ്ററിൽ എങ്ങനെയായിരുന്നു, എന്ത് പാരാമീറ്റർ ആയിരുന്നു റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? തിക്നെസ് ഓഫ് ദി ഹെലിക്കൽ ഗ്രൂപ്പ്. നമ്മൾ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയിരിക്കുന്ന കാർബൺ ഫിലിമിൻ്റെ എമൗണ്ടാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് തീരുമാനിക്കുന്നത്. എങ്ങനെയായിരുന്നു കാർബൺ കോമ്പോസിഷൻ? കാർബൺ ഗ്രന്യൂൾസിൻ്റെ കൗണ്ടാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് തീരുമാനിക്കുന്നത് അല്ലേ. മെറ്റൽ ഫിലിം എന്ന് പറഞ്ഞാൽ സെയിം പ്രിൻസിപ്പിളാണ്. നിങ്ങൾ നോക്ക്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് വെൻ മോർ ആക്യുറേറ്റ് വാല്യൂസ് നീഡഡ്. നിക്രോം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെസിസ്റ്റീവ് മെറ്റീരിയൽ ഓഫ് റെസിസ്റ്റർ. ദ തിക്നെസ് ഓഫ് ദി ഹെലിക്കൽ ഗ്രൂവ് ഈസ് ഡിസൈഡഡ് അക്കോർഡിംഗ് ടു ദി റിക്വയർഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കാർബൺ ഫിലിമിന് പകരം നിക്രോമിൻ്റെ ഫിലിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറയാം. നിക്രോമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ബേസിക് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു കാർബൺ, ഒരു കളർ കോഡിങ് കാണാം, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കാണാം, ഒരു ഹെലിക്കൽ കട്ട് കാണാം, ഒരു സെറാമിക് കാരിയർ കാണാം, 2 എൻ ക്യാപ്പ് കാണാം അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ മെറ്റാലിക് ഫിലിംസ് നമ്മൾ നിക്രോമോഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റാലിക് ഫിലിം ചുറ്റിക്കൊണ്ടാണ് നമ്മൾ മെറ്റൽ ഫിലിം റെസിസ്റ്റർ ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ലാസ്റ്റ് ടൈപ്പ് ഫിക്സ്ഡ് റെസിസ്റ്ററാണ് വയർ വൗണ്ട് റെസിസ്റ്റർ. എന്തായിരിക്കും വയർ വൗണ്ട്? ആ പേരിൽ തന്നെ ക്ലിയർ ആണ് അല്ലേ. They are made up of metal resistance wire such as nichrome and they can be manufactured to precise value. The wire wound around a ceramic or plastic core. The end of the wire are soldered or welded to 2 caps of the ring attached to the end of the core. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു സെറാമിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കോർ എടുക്കും. ആ പ്ലാസ്റ്റിക് കോറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വയറുകൾ വൗണ്ട് ചെയ്യും, ഇതുപോലെ വൗണ്ട് ചെയ്യും. ഈ വൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ റെസിസ്റ്റർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം മെറ്റൽ വയറുകൾ നമ്മൾ വൗണ്ട് ചെയ്തോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എന്തിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 4 ടൈപ്പ് ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വേരിയബിൾ റെസിസ്റ്ററാണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിളാണ് പൊട്ടൻഷ്യോമീറ്റർ. എന്തായിരുന്നു വേരിയബിൾ റെസിസ്റ്റർ? നമുക്ക് പറയാം, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല, നമുക്ക് വേരി ചെയ്യാൻ പറ്റണം അല്ലേ. സോ പൊട്ടൻഷ്യോമീറ്റർ ഈസ് ഓൾസോ കോൾഡ് പോട്ട്. ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് വേരിയബിൾ റെസിസ്റ്റർ വിത്ത് 3 ടെർമിനൽ. 2 terminals are connected at 2 end points of a resistive element and third connect to sliding contact. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ 3 കോണ്ടാക്റ്റ് കാണാം അല്ലേ. അപ്പോൾ ഈ 1ഉം 3ഉം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഫിക്സ്ഡ് റെസിസ്റ്റർ. ഇതൊരു ഫിക്സ്ഡ് റെസിസ്റ്റർ ആയിട്ട് മാറും. അതിന് മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യാം അല്ലേ. 1ഉം 3ഉം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. നിങ്ങൾ 2 എന്നുള്ള ഒരു ടെർമിനൽ കണ്ടോ? ഈ 2 കണക്ട് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഒരു സ്ലൈഡറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ബ്ലാക്ക് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി എന്താണ്? ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇവിടെ ഒരു വൈപ്പർ കാണാം. ഈ വൈപ്പർ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വൈപ്പർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈപ്പർ അല്ലേ. അപ്പോൾ വൈപ്പറിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഈ വൈപ്പർ നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷൻ തൊട്ട് എൻഡിങ് പൊസിഷൻ വരെ മൂവ് ചെയ്യാം അല്ലേ. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണെങ്കിൽ എനിക്ക് മിനിമം റെസിസ്റ്റൻസ് കിട്ടും, എൻഡിങ് പൊസിഷൻ ആണെങ്കിൽ എനിക്ക് മാക്സിമം. നമ്മളെ കാറിലെ സ്പീഡോമീറ്റർ പോലെയാണ്. അപ്പോൾ വൈപ്പറിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് മോസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് മോസ്റ്റിലാണെങ്കിൽ മിനിമം റെസിസ്റ്റൻസ്. വൈപ്പറിൻ്റെ ഇത് റൈറ്റ് മോസ്റ്റിലാണെങ്കിലോ മാക്സിമം റെസിസ്റ്റൻസ്. ഈ രീതിയിൽ റെസിസ്റ്റൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് പൊട്ടൻഷ്യോമീറ്റർ ഒരു ഫിക്സ്ഡ് റെസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്? രണ്ടാമത്തെ ടെർമിനൽ യൂസ് ചെയ്യാതെ 1ഉം 3ഉം ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫിക്സ്ഡ് റെസിസ്റ്ററിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. സോ രണ്ടാമത്തെ ടൈപ്പ് വേരിയബിൾ റെസിസ്റ്ററാണ് റിയോസ്റ്റാറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫിഗറിൽ കാണാം റിയോസ്റ്റാറ്റ് അല്ലേ. സോ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി റിയോസ്റ്റാറ്റ് ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ ടു കൺട്രോൾ ദി കറൻറ്റ്. കറൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റർ. ഇറ്റ് ഈസ് എ വയർ വൗണ്ട് റെസിസ്റ്റർ. Resistive wire is wound over an insulating ceramic core and wiper sides of the winding. The rheostats are used in high power applications such as controlling speed of motor, intensity of light etc. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് വയർ വൗണ്ട്, നമ്മൾ ഫിക്സ്ഡ് റെസിസ്റ്ററിൽ പഠിച്ച വയർ വൗണ്ട് റെസിസ്റ്റർ ഇല്ലേ, അതിൻ്റെ സെയിം പ്രിൻസിപ്പിളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് റിയോസ്റ്റാറ്റ്.
റിയോസ്റ്റാറ്റ് എന്നുള്ളത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിനേക്കാളും വലിയൊരു കോമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഹയർ എൻഡ് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുക. ആപ്ലിക്കേഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? കൺട്രോളിങ് ദി സ്പീഡ് ഓഫ് മോട്ടോർ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എക്സെട്ര. ഈ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ റിയോസ്റ്റാറ്റുകൾ ജനറലി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ടല്ലോ, ദാറ്റ്സ് കോൾഡ് പ്രീസെറ്റ്. സോ എന്താണ് പ്രീസെറ്റ്? ദ പ്രീസെറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദി ആപ്ലിക്കേഷൻ വെർ ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോട്ട് ഡൺ ഫ്രീക്വൻലി. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും റെസിസ്റ്റൻസ് മാറ്റേണ്ടാത്ത സാഹചര്യങ്ങളിലാണ് നമുക്ക് പ്രീസെറ്റിൻ്റെ ആവശ്യം. അപ്പോൾ നമ്മുടെ റേഡിയോയിലൊക്കെ നമുക്ക് പ്രീസെറ്റ് കാണാം. ഈ പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വേരിയബിൾ റെസിസ്റ്ററാണ്, പക്ഷേ നമുക്ക് എപ്പോഴും റെസിസ്റ്റൻസ് മാറ്റേണ്ട ആവശ്യകത ഉണ്ടാവില്ല. ഈ സമയത്ത് ഇതാണ് നമുക്ക് പ്രീസെറ്റിൻ്റെ ആവശ്യം. സോ പ്രീസെറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ഹാവിങ് എ മെറ്റൽ വൈപ്പർ ദാറ്റ് ക്യാൻ ബി മൂവ്ഡ് വിത്ത് എ സ്ക്രൂ ഡ്രൈവർ. ദ ട്രാക്ക് ഓൺ ദി വൈപ്പർ മൂവ് കാർബണൈസ്ഡ് ഓർ മെറ്റലൈസ്ഡ് സെറാമിക്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടാവും. അപ്പോൾ ഇവിടെ ഇതുപോലെ 3 ലെഡ്സ് കാണാം അതിനല്ലേ. ഈ 3 ലെഡിൻ്റെ പ്രത്യേകത, ഈ 3 ലെഡ് ഇവിടുത്തെ റെസിസ്റ്റൻസ് മാറ്റണമെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ അപ്പർ എൻഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സമയത്തും റെസിസ്റ്റൻസ് മാറ്റേണ്ട, എമർജൻസി കണ്ടീഷനിൽ മാത്രം നമുക്ക് റെസിസ്റ്റൻസ് മാറ്റേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് നമുക്ക് റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസിനെ നമുക്ക് പ്രീസെറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എത്ര ടൈപ്പ് പഠിച്ചു ഇപ്പോൾ? റെസിസ്റ്റേഴ്സ്, കാർബൺ കോമ്പോസിഷൻ, കാർബൺ ഫിലിം, മെറ്റൽ ഫിലിം, വയർ വൗണ്ട്, പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, പ്രീസെറ്റ്. ലോജിക്ക് മനസ്സിലായല്ലോ? യെസ്. സോ സ്റ്റുഡൻസ്, നമ്മൾ ആക്റ്റീവ് കമ്പോണൻറ്റും പാസീവ് കമ്പോണൻറ്റും എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കമ്പാരിസൺസ് പഠിച്ചു, അതുപോലെ റെസിസ്റ്റർ പഠിച്ചു, അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, സിമ്പൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, റെസിസ്റ്റിവിറ്റി പഠിച്ചു, അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു, പിന്നെ ഫിക്സ്ഡ് റെസിസ്റ്റർ എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, വേരിയബിൾ റെസിസ്റ്റർ ഏതൊക്കെയാണെന്ന് പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു ക്ലാസ്സും കൂടി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്റേഴ്സിൻ്റെ കളർ കോഡിംഗ് ആണ്. കളർ കോഡിങ് കുറച്ച് ഡെപ്തിൽ പറയാനുണ്ട്, അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ കളർ കോഡിങ് കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റർ എന്നുള്ള പാർട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ.